Hello all, good afternoon. Welcome to Saira Learnings. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, നമ്മുടെ UGC നെറ്റ് എക്സാമിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് കൊടുത്തിട്ടുള്ളതും അതേപോലെ തന്നെ പല ക്വസ്റ്റ്യൻസിലും കണ്ടിട്ടുള്ളതും അതേപോലെ തന്നെ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ പലർക്കും ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഇക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. സോ അതിൽ ഓരോന്നും എന്തൊക്കെ വരും, അതിൽ എന്തൊക്കെ സ്പെസിഫിക് ആയിട്ട് നോക്കാനുണ്ട്, ഒന്നൊന്നിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സോ എങ്ങനെയാണ് നമുക്ക് ഇക്കണോമിക് ഇന്റഗ്രേഷനെ നമ്മൾ പറയുന്നത് എന്നുള്ളത് ആദ്യം ഒന്ന്. ഓക്കെ, ഇക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം അല്ലെ, വാട്ട് ഇസ് ആക്ച്വലി മെൻ ബൈ ഇക്കണോമിക് ഇന്റഗ്രേഷൻ. ഇക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രണ്ട് കൺട്രീസ് എടുക്കാം, ഇന്ത്യയും ചൈനയാണെന്ന് വരും. സോ അവർ രണ്ടുപേരും ഒരു ഇക്കണോമിക് ഇന്റഗ്രേഷനിലേക്ക് വന്നു എന്നതിന്റെ അർത്ഥം ഇവർ രണ്ടുപേരും ട്രേഡ് നടത്തുമ്പോൾ ടാരിഫ് ഈടാക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇവർക്ക് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും റിലാക്സേഷൻസ് ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? ഇവർ രണ്ടുപേരും ഒരു സർട്ടൻ എഗ്രിമെന്റ് വെച്ചിട്ട് ഒരുമിച്ച് വരുന്നു അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ള റീസൺ കൊണ്ടാണ് അവർക്ക് ടാരിഫ് ചിലപ്പോൾ റിമൂവ് ചെയ്യും, മോസ്റ്റ് പ്രോബബ്ലി റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ റിലാക്സേഷൻ ഉണ്ടാവും. ആൻഡ് അവരുടെ ട്രേഡ് എന്ന് പറയുന്നത് ഒന്നും കൂടി ഈസി ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. അതാണ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ലെവൽസ് ഉണ്ട്. ആ ലെവൽസിനനുസരിച്ച് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. So, economic integration aims to reduce the cost for both consumers and producers and to increase trade between the countries involved in the agreement. ഇക്കണോമിക് ഇന്റഗ്രേഷൻ വന്നാൽ അല്ലെങ്കിൽ അത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? കൺസ്യൂമേഴ്സിനായിക്കോട്ടെ, അത് ഉപയോഗിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അത് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അവർക്ക് കോസ്റ്റ് കുറഞ്ഞ് അത് ഉപയോഗിക്കാനും അത് വിൽക്കാനും അതേപോലെ തന്നെ അവർക്ക് ട്രേഡ് ഈസി ആക്കാൻ വേണ്ടിയിട്ടും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഇപ്പം കൺസ്യൂമേഴ്സിന് കോസ്റ്റ് കുറഞ്ഞ് കിട്ടുക എന്ന് പറയുമ്പോൾ അവിടെ എന്തും കൂടി ഒരു മീനിങ് ഉണ്ട്, സെയിൽസ് കൂടുക എന്നുള്ളൊരു മീനിങ്ങും കൂടിയുണ്ട്. സോ സെയിൽസ് കൂടുന്നത് വഴി ട്രേഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റും ആർക്കൊരു ലാഭമായിട്ട് മാറുന്നു? നമ്മുടെ പ്രൊഡ്യൂസറിന് ഒരു ലാഭമായിട്ട് മാറും. സോ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളത് ഒരിക്കലും പ്രൊഡ്യൂസറിന്റെ എയിം ആയിരിക്കില്ല, പക്ഷെ ആ കോസ്റ്റ് കുറവിലൂടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് ഒരു സെല്ലറിന്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന്റെ മെയിൻ എയിം ആയിരിക്കും. അതേപോലെ തന്നെ ഇവർക്ക് എന്താണ്, കോസ്റ്റ് ഓഫ് ഇമ്പോർട്ട് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് എക്സ്പോർട്ടും അവർക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്നാണ് പറയുന്നത്. സോ നമ്മളിപ്പോൾ ഒരു ഇക്കണോമിക് ഇന്റഗ്രേഷൻ നമ്മൾ നെയ്ബറിംഗ് കൺട്രീസുമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ റീജിയണൽ ഇക്കണോമിക് ഇന്റഗ്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അതായത് അയൽ രാജ്യങ്ങൾ തമ്മിലാണ് ഈ ഒരു ഇക്കണോമിക് ഇന്റഗ്രേഷൻ സംഭവിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ എന്തെന്നാ പറയാ, റീജിയണൽ ഇക്കണോമിക് ഇന്റഗ്രേഷൻ എന്നാണ് പറയാ. സോ നമുക്ക് നമ്മുടെ ഇക്കണോമിക് ഇന്റഗ്രേഷൻസിന് 5 ലെവൽസിലായിട്ട് നമ്മൾ പറയാറുണ്ട്. കോമൺലി 4 ലെവൽസ് ആണ് പറയാറുള്ളത്. അഞ്ചാമത്തെ ലെവൽ നമ്മൾ ജസ്റ്റ് അതെന്താണെന്ന് ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തു. കോമൺലി നമ്മൾ പറയാറുള്ളത് 4 ലെവൽസ് ആണ്. ഫസ്റ്റത്തേതാണ് ഫ്രീ ട്രേഡ് ഏരിയ, രണ്ടാമത്തത് കസ്റ്റംസ് യൂണിയൻ, മൂന്നാമത്തത് കോമൺ മാർക്കറ്റ്, നാലാമത്തത് എക്കണോമിക് യൂണിയൻ ആൻഡ് ഫിഫ്ത്ത് വൺ പൊളിറ്റിക്കൽ യൂണിയൻ. ഓരോന്നും ഇപ്പം നമ്മൾ ഫ്രീ ട്രേഡ് ഏരിയയിൽ നിന്നും കസ്റ്റംസ് യൂണിയനിലേക്ക് വരുമ്പോൾ 1-2 ക്യാരക്ടറിസ്റ്റിക്സ് കൂടും. അങ്ങനെ കൂടിക്കൂടി ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇന്റഗ്രേഷനിലേക്ക് വരുന്നു, കംപ്ലീറ്റ് എക്കണോമിക് ഇന്റഗ്രേഷനിലേക്ക് നമ്മൾ എത്തുന്നുണ്ടാവും. സോ ഫസ്റ്റത്തേതാണ് ഫ്രീ ട്രേഡ് ഏരിയ. ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഇന്റഗ്രേഷൻ ആണ് ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുന്നത്. അതായത് ഇവർ തമ്മിൽ ടാരിഫ് ഉണ്ടാവില്ല. അതായത് ഇപ്പം അമേരിക്കയും അതുപോലെ തന്നെ ജപ്പാനും ആണെന്ന് കരുതുക, ഒരൽസ് നമുക്ക് അറിയുന്നതാണ് ഇന്ത്യയും ചൈനയും തന്നെ എടുക്കാം. സോ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു ഇക്കണോമിക് ഇന്റഗ്രേഷനിലേക്ക് വരുന്നു അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഇവർ തമ്മിൽ എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ഇമ്പോർട്ട് ചെയ്യുമ്പോഴും ടാരിഫ് ഈടാക്കില്ല. അതായത് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്താലും ചൈനയിലേക്ക് ഇമ്പോർട്ട് ചെയ്താലും ഇവർ രണ്ടുപേരും തമ്മിലാണ് ട്രാൻസാക്ഷൻ എങ്കിൽ അവർ ടാരിഫ് ഈടാക്കില്ല. അതാണ് നോ ഇന്റേണൽ ടാരിഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് എക്സ്റ്റേണൽ ടാരിഫ് കുഡ് ബി ഡിഫറെന്റ്. അതായത് എയും ബിയും ആണ് രണ്ട് അയൽ രാജ്യങ്ങൾ എന്ന് കരുതുക. എയും ബിയും തമ്മിൽ ടാരിഫ് കാര്യങ്ങളൊന്നും ഈടാക്കുന്നില്ല, പക്ഷേ എ സിയിനോടും ബി സിയിനോടും ഈടാക്കുന്ന ടാരിഫ് ഡിഫറെന്റ് ആയിരിക്കും.
അതായത് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ഇന്ത്യക്കും ചൈനയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ടാരിഫ് ഈടാക്കുന്നതല്ല. പക്ഷേ ഇന്ത്യ ഇപ്പം ജപ്പാനുമായിട്ട് ഒരു ട്രേഡ് നടത്തുകയാണെങ്കിൽ ഇന്ത്യ ഈടാക്കുന്ന ഒരു ടാരിഫ് ആയിരിക്കില്ല ചൈന ജപ്പാനുമായിട്ട് പിടിക്കുന്ന ടാരിഫ് എന്ന് പറയുന്നത്. അതായത് എക്സ്റ്റേണൽ ടാരിഫ് രണ്ടുപേർക്കും ഡിഫറെന്റ് ആയിരിക്കും. പക്ഷേ ഇവർ തമ്മിൽ ഇന്റേണൽ ടാരിഫ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് അടുത്ത പോയിന്റ് പറയുന്നത്. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള ഒരു ട്രേഡ് പോളിസി ഡിറ്റർമൈൻ ചെയ്യാനുള്ള അവകാശമുണ്ട്. ബിറ്റ്വീൻ ഈ രണ്ട് രാജ്യങ്ങളല്ല വേറെ ഏതെങ്കിലും രാജ്യങ്ങളുമായിട്ട് ഇവര് ട്രേഡ് എഗ്രിമെന്റ്സിലേക്ക് ഇപ്പൊ പോകുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഓൾറെഡി FTA ഉള്ള കൺട്രിയുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. സോ അതാണ് ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ്. ഇവർ തമ്മിൽ ഇന്റേണൽ ടാരിഫും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇവർക്കുള്ള എക്സ്റ്റേണൽ ടാരിഫ് എന്ന് പറയുന്നത് രണ്ടുപേർക്കും ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവരുടെ ട്രേഡ് പോളിസീസ് ബാക്കിയുള്ള മെമ്പർ കൺട്രീസുമായിട്ടുള്ള ട്രേഡ് പോളിസീസ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് അവർക്ക് തന്നെ ഉണ്ടാവും. ഈ ഫ്രീ ട്രേഡ് ഏരിയയിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് US ഇസ്രായേൽ എഗ്രിമെന്റ്, യൂറോപ്യൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, നാഫ്ത, ആസിയാൻ, US സൗത്ത് കൊറിയ എഗ്രിമെന്റ് ഒക്കെ ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് ഏരിയയുടെ എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്. അടുത്തത് നമ്മൾ വരുന്നത് സെക്കൻഡ് ലെവൽ ഓഫ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ ആണ്, അതായത് കസ്റ്റംസ് യൂണിയൻ. കസ്റ്റംസ് യൂണിയൻ നമ്മൾ ഈ FTAയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവർ തമ്മിൽ ഇന്റേണൽ ടാരിഫ് ഉണ്ടാവില്ല. അതായത് ഏത് കൺട്രീസ് ആണോ തമ്മിൽ ഒരു ഇന്റഗ്രേഷനിലേക്ക് വരുന്നത് അവർ തമ്മിൽ ഇന്റേണൽ ടാരിഫ് ഒന്നും ഈടാക്കലുണ്ടാവില്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു A-Cനോടും B-Cനോടും ഈടാക്കുന്ന ടാരിഫ് ഡിഫറെന്റ് ആയിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ കസ്റ്റംസ് യൂണിയനിലേക്ക് വരുമ്പോൾ A-Cന്റെ അടുത്ത് ഈടാക്കുന്നതും B-Cന്റെ അടുത്ത് ഈടാക്കുന്നതും ഒരേ രീതിയിലുള്ള ടാരിഫ് ആയിരിക്കും. അതാണ് കോമൺ എക്സ്റ്റേണൽ ടാരിഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇവർക്ക് കോമൺ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ പോളിസിയും ആയിരിക്കും. അതായത് എക്കും ബിക്കുമുള്ള സിനോടുള്ള കൊമേഴ്ഷ്യൽ പോളിസി എന്ന് പറയുന്നത് സെയിം. ഇതിന് വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫ്രാൻസ്, മൊനാക്കോ, ഇറ്റലി, സാൻ മറീനോ, ബെനലെക്സ് ഇതൊക്കെ ഈവൻ എക്സാമ്പിൾ ആണ്. നമ്മുടെ കസ്റ്റംസ് യൂണിയന് എക്സാമ്പിൾ ആണ്. ബെനലെക്സ് എന്ന് പറയുന്നത് ബെൽജിയം, നെതർലാൻഡ് ആൻഡ് ലക്സംബർഗ് ചേർന്നിട്ടുള്ള ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ കസ്റ്റംസ് യൂണിയൻ ആണ് ബെനലെക്സ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ എക്സാമ്പിൾസ് ഒക്കെ രണ്ടെണ്ണം ഒന്ന് മനസ്സിൽ വെക്കുക. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള വരുന്ന കാര്യങ്ങൾ മേ ബി ചോദിച്ചേക്കാം. ഓക്കെ, സോ കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ലെവൽ ഓഫ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ ആണ്. ഇവിടെ ഇന്റഗ്രേഷനിലേക്ക് വന്നിട്ടുള്ള കൺട്രീസ് തമ്മിൽ ഇന്റേണൽ ടാരിഫ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഈ രണ്ട് കൺട്രീസും നോൺ മെമ്പേഴ്സിനോട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, ഇന്റഗ്രേഷൻ അല്ല നോൺ മെമ്പേഴ്സുമായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അവർക്ക് കോമൺ എക്സ്റ്റേണൽ ടാരിഫും അതുപോലെ തന്നെ കോമൺ കൊമേഴ്ഷ്യൽ പോളിസിയും ആയിരിക്കും ഉണ്ടാവുക. ഇതിന് എക്സാമ്പിൾ ആണ് ഫ്രാൻസ്, മൊനാക്കോ, ഇറ്റലി, സാൻ മറീനോ, ബെനലെക്സ് ഒക്കെ പോലെയുള്ള കസ്റ്റംസ് യൂണിയൻ. ദെൻ അടുത്ത വരുന്ന ഇക്കണോമിക് ഇന്റഗ്രേഷൻ ആണ് തേർഡ് ലെവൽ എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ പോയിന്റ്സും ആഡ് ചെയ്യും. അതിന്റെ കൂടെ വേറൊരു എക്സ്ട്രാ പോയിന്റും കൂടി വരുന്നു. തേർഡ് ലെവലിൽ ഇവർ തമ്മിൽ ഇന്റേണൽ ടാരിഫ് ഇല്ല ഈ പറഞ്ഞതുപോലെ തന്നെ. അതേപോലെ തന്നെ നോൺ മെമ്പേഴ്സിനോട് കോമൺ എക്സ്റ്റേണൽ ടാരിഫും കോമൺ എക്സ്റ്റേണൽ പോളിസീസും ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ഇവിടെ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഫ്രീ മൂവ്മെന്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ലേബർ ആൻഡ് ക്യാപിറ്റൽ ഇവിടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം ബിറ്റ്വീൻ ദ കൺട്രീസ്. അതാണ് ഫ്രീ മൂവ്മെന്റ് ഓഫ് ഫാക്ടേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പോയിന്റ് നമ്മുടെ FTAയിലും അതുപോലെ തന്നെ കസ്റ്റംസ് യൂണിയനിലും വരുന്നില്ല. കോമൺ മാർക്കറ്റിലേക്ക് വരുമ്പോഴാണ് ഇവിടെ ഫ്രീ മൂവ്മെന്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ദാറ്റ് ഇസ് ലേബർ ആൻഡ് ക്യാപിറ്റൽ വരുന്നത്. ഓക്കെ, തേർഡ് ലെവൽ ഓഫ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ ആണ്. ഇവർ തമ്മിൽ ഇന്റേണൽ ടാരിഫ് ഇല്ല. ഇവർ ഇന്ററാക്ട് ചെയ്യുന്ന നോൺ മെമ്പർ കൺട്രീസിൽ ഇവർക്ക് കോമൺ ആയിട്ടുള്ള എക്സ്റ്റേണൽ ടാരിഫും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള എക്സ്റ്റേണൽ ട്രേഡ് പോളിസീസും ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫ്രീ മൂവ്മെന്റ് ഓഫ് ഫാക്ടേഴ്സ്, ദാറ്റ് ഇസ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ഇവർ എൻഷുർ ചെയ്യും. കോമൺ മാർക്കറ്റിന് എക്സാമ്പിൾ ആണ് നമ്മുടെ സദേൺ കോമൺ മാർക്കറ്റ്. മെർക്കോസർ എന്ന് പറയുന്നു. അതിന് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് അർജന്റീന, ബ്രസീൽ, പറുഗ്വേ, യുറുഗ്വേ, ബൊളീവിയ ആൻഡ് ചിലി ഇത്രയാണ് വരുന്നത്. നെക്സ്റ്റ് ലെവൽ ഓഫ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ ആണ് ഇക്കണോമിക് യൂണിയൻ എന്ന് പറയുന്നത്. മോസ്റ്റ് കോംപ്രിഹെൻസീവ് ആണ്. നമ്മൾ ഈ പറഞ്ഞതിൽ ഏറ്റവും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു
എക്കണോമിക് ഇന്റഗ്രേഷൻ ആണ് എക്കണോമിക് യൂണിയൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് ഓഫ് കോമൺ മാർക്കറ്റും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എല്ലാ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഇവർക്ക് ഇന്റേണൽ ടാരിഫ് ഇല്ല, കോമൺ ആയിട്ടുള്ള എക്സ്റ്റേണൽ ടാരിഫ്, അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ പോളിസി ആണെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ ഫ്രീ മൂവ്മെന്റ് ഓഫ് ലാൻഡ് ലേബർ ആണെന്ന് പറഞ്ഞു. ആ എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ളതാണ് ഇക്കണോമിക് യൂണിയൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഫ്രീ മൂവ്മെന്റ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ വരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ കൺട്രിക്കും അവരുടേതായിട്ടുള്ള ഇക്കണോമിക് പോളിസീസ് ഉണ്ടാവും. അതിന്റെ ഒരു ഇന്റഗ്രേഷൻ ആൻഡ് കോർഡിനേഷൻ ഇവിടെ വരും. അതായത് ഇവരുടെ എല്ലാവരുടെയും മോണിറ്ററി പോളിസി, ടാക്സേഷൻ ആൻഡ് ഗവൺമെന്റ് സ്പെൻഡിങ് ഇവിടെ മുന്നോട്ട് കൊണ്ടുവരുന്നു. അതാണ് ഇക്കണോമിക് യൂണിയൻ എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം. നമ്മുടെ കോമൺ മാർക്കറ്റിന്റെ എല്ലാ ഫീച്ചേഴ്സും ഇവിടെ ഉണ്ട്. അതായത് ഇന്റേണൽ ടാരിഫ് ഇല്ല, കോമൺ ആയിട്ടുള്ള എക്സ്റ്റേണൽ ടാരിഫ് ആയിരിക്കും, ഫ്രീ മൂവ്മെന്റ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ഉണ്ടാവും. അതിന് പുറമെ ആയിട്ട് വരുന്നത് ഇവരുടെ ഇക്കണോമിക് പോളിസീസ് ഇവര് ഒരുമിച്ച് കൊണ്ടുവരുന്നതാണ് പറയുന്നത്. അതിൽ ഇക്കണോമിക് പോളിസീസ് ആൻഡ് മോണിറ്ററി പോളിസീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, മോണിറ്ററി പോളിസീസ് മണി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇക്കണോമിക് പോളിസി അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസിയിൽ നമ്മുടെ ടാക്സേഷൻ, ഗവൺമെന്റ് സ്പെൻഡിങ്, ഇതെല്ലാം ഒരു കോമൺ കുടക്കീഴിൽ അവർ കൊണ്ടുവരുന്നതാണ്. ആൻഡ് ഒരു ഇക്കണോമിക് യൂണിയൻ അവരൊരു കോമൺ കറൻസി കൂടി അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ മോണിറ്ററി യൂണിയൻ എന്ന്. ഒന്നും കൂടി പറയാം, കോമൺ മാർക്കറ്റിന് പുറമെ ഇവർക്ക് കോമൺ ആയിട്ടുള്ള ഇക്കണോമിക് പോളിസീസ് ആൻഡ് മോണിറ്ററി പോളിസീസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏതായി? ഇക്കണോമിക് യൂണിയൻ ആയി. ആൻഡ് ഇതൊക്കെ ഫോളോ ചെയ്തതിനു ശേഷം ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു കോമൺ കറൻസി എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി വരികയാണെങ്കിൽ അതിന് നമ്മൾ മോണിറ്ററി യൂണിയൻ എന്നാണ്. ഓക്കെ, മോണിറ്ററി യൂണിയന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. അത് 1990 യൂറോ അവരുടെ ഒഫീഷ്യൽ കറൻസി ആയിട്ട് അവർ കോമൺ കറൻസി ആയിട്ട് അവർ അക്സെപ്റ്റ് ചെയ്തതോടുകൂടി യൂറോപ്യൻ യൂണിയൻ ഒരു ഫുൾ മോണിറ്ററി യൂണിയൻ ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. Hope it is clear. ദെൻ നമ്മൾ ഫൈനലി പറഞ്ഞിട്ടുള്ള ഒരു ഇന്റഗ്രേഷൻ ആണ് പൊളിറ്റിക്കൽ യൂണിയൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കൺട്രീസ് അല്ലെങ്കിൽ എല്ലാ പാർട്ടീസും ഒരു കോമൺ ഗവൺമെന്റിന്റെ അണ്ടറിലാണെങ്കിൽ അതിനെ നമ്മൾ പൊളിറ്റിക്കൽ യൂണിയൻ എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു സാധ്യത ഇപ്പൊ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഇതുവരെ എക്സിസ്റ്റ് ചെയ്തിട്ടില്ല. സോ അത് നമ്മളൊരു മിത്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഇക്കണോമിക് ഇന്റഗ്രേഷൻസ്. നമുക്ക് ഇത് കഴിഞ്ഞൊരു ചെറിയൊരു ടോപ്പിക്കും കൂടി നോക്കാനുണ്ട്. സോ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഇക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് നെയ്ബറിംഗ് കൺട്രീസ്, അതാവുമ്പോൾ അത് റീജിയണൽ ഇക്കണോമിക് ഇന്റഗ്രേഷൻ ആവും. അങ്ങനെ നെയ്ബറിംഗ് എന്നുള്ളൊരു ബന്ധവുമൊന്നുമില്ല, അത് രണ്ട് കൺട്രീസ് ഒരുമിച്ച് വന്ന് അവരുടെ ടാരിഫും കോസ്റ്റും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുമിച്ച് വരുന്നതിനെയാണ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നെയ്ബറിംഗ് കൺട്രീസ് ആണെങ്കിൽ റീജിയണൽ ഇക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് മാറുന്നു. ലെവൽസ് ഓഫ് ഇക്കണോമിക് ഇന്റഗ്രേഷനിൽ നമുക്ക് ഫ്രീ ട്രേഡ് ഏരിയ ഉണ്ട്, കസ്റ്റംസ് യൂണിയൻ ഉണ്ട്, കോമൺ മാർക്കറ്റ് ഉണ്ട്, ഇക്കണോമിക് യൂണിയൻ ഉണ്ട്, ആൻഡ് പൊളിറ്റിക്കൽ യൂണിയൻ ഉണ്ട്. ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മോസ്റ്റ് എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ഇന്റഗ്രേഷൻ സ്കീമാണിത്. ഇവർ തമ്മിൽ ഈ ഇന്ററാക്ട് ചെയ്യുന്ന കൺട്രീസ് തമ്മിൽ ഇന്റേണൽ ടാരിഫ്സ് ഉണ്ടാവില്ല. പക്ഷെ ഇവർക്ക് നോൺ മെമ്പേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഡിഫറെന്റ് എക്സ്റ്റേണൽ പോളിസീസ് ആൻഡ് ടാരിഫ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ദെൻ ഇവർക്ക് അവരുടെ നോൺ മെമ്പേഴ്സിന്റെ അടുത്തുള്ള ട്രേഡ് പോളിസീസും കാര്യങ്ങളൊക്കെ അവർക്ക് തീരുമാനിക്കുമ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ തീരുമാനിക്കാം. ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് US ഇസ്രായേൽ, യൂറോപ്യൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, നാഫ്ത, ആസിയാൻ, US സൗത്ത് കൊറിയ പോലെയുള്ള എഗ്രിമെന്റ്സും കാര്യങ്ങളൊക്കെ. കസ്റ്റംസ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ലെവലിലേക്ക് വന്നു. ഇവർ തമ്മിലും നോ ഇന്റേണൽ ടാരിഫ്, കോമൺ ആയിട്ടുള്ള എക്സ്റ്റേണൽ ടാരിഫ് ആയിരിക്കും ഉണ്ടാവുക, ആൻഡ് കോമൺ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ പോളിസി ആയിരിക്കും ഉണ്ടാവുക. ഇതിനുള്ള എക്സാമ്പിൾ ആണ് നമ്മുടെ ഫ്രാൻസ്, മൊണാക്കോ, ഇറ്റലി, സാൻ മറീനോ, ബെനലക്സ് പോലെയുള്ള എഗ്രിമെന്റ്സ്. ദെൻ അടുത്തതാണ് കോമൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. തേർഡ് ലെവലിലേക്ക് വന്നു. ഇവർ തമ്മിൽ ഇന്റേണൽ ടാരിഫ് ഒന്നുമില്ല, കോമൺ എക്സ്റ്റേണൽ ടാരിഫ് ആൻഡ് കോമൺ എക്സ്റ്റേണൽ പോളിസി ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഫ്രീ മൂവ്മെന്റ്സ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ അവിടെ എൻഷുർ ചെയ്യുന്നു. ഇതിനുള്ള ഒരു മെയിൻ എക്സാമ്പിൾ ആണ് സദേൺ കോമൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ നാലാമത്തെ ലെവലിലേക്ക് വരുമ്പോൾ എക്കണോമിക് യൂണിയനിലേക്ക് വരുന്നു. ഇവർക്ക് ഇന്റേണൽ ടാരിഫ് ഉണ്ടാവില്ല, കോമൺ ആയിട്ടുള്ള എക്സ്റ്റേണൽ ടാരിഫ് ആയിരിക്കും ഉണ്ടാവുക, ഫ്രീ മൂവ്മെന്റ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള എക്കണോമിക് പോളിസീസ് ആൻഡ് മോണിറ്ററി പോളിസീസ് ഉണ്ടാവും, ആൻഡ്
അവരുടെ കറൻസി കൂടി കോമൺ ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ മോണിറ്ററി യൂണിയൻ എന്ന് വിളിക്കുന്നു. ഒരു ഫുൾ മോണിറ്ററി യൂണിയൻ എന്നുള്ളൊരു എക്സാമ്പിൾ ആണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. യൂറോപ്യൻ യൂണിയൻ അവരുടെ 1990 അവരുടെ കോമൺ കറൻസി ആയിട്ട് യൂറോ അംഗീകരിച്ചതോടുകൂടി അവിടെ എന്തായി, ഒരു ഫുൾ മോണിറ്ററി യൂണിയൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഏതിനെ പറയാം, നമ്മുടെ യൂറോപ്യൻ യൂണിയനെ നമുക്ക് പറയാം. ദെൻ പൊളിറ്റിക്കൽ യൂണിയൻ ആണ്. ഈ മെമ്പർ കൺട്രീസ് തമ്മിൽ ഒരു കോമൺ ഗവൺമെന്റും കൂടിയാണെങ്കിൽ അതിന് നമ്മൾ പൊളിറ്റിക്കൽ യൂണിയൻ എന്നാണ് പറയുന്നത്. ആക്ച്വലി അതൊരു മിത്തായിട്ട് തന്നെ ഇതുവരെ എക്സിസ്റ്റ് ചെയ്യുന്നു. ലൈക്ക് ഇതുവരെ റിയാലിറ്റിയിൽ അത് വന്നിട്ടില്ല. കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ്. Which of the following type of economic integration focuses only on eliminating internal tariff? And answer പറയാം, but നിങ്ങൾ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് കേൾക്കാം. ഓക്കെ, സോ ഇതിന് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഫ്രീ ട്രേഡ് ഏരിയ ആണ്. അതായത് ജസ്റ്റ് ഇന്റേണൽ ടാരിഫ് മാത്രം എലിമിനേറ്റ് ചെയ്യുന്ന ഒരു എക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഫ്രീ ട്രേഡ് ഏരിയ ആണ്. ആൻഡ് focus on eliminating internal tariff with member countries, leaving a common external tariff on goods being imported from non-member countries. Additionally, this type of regional economic integration has free mobility of factors of production such as labor and capital. No internal tariff, അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള എക്സ്റ്റേണൽ ടാരിഫ്, ഫ്രീ മൂവ്മെന്റ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ വരുന്നത് നമ്മുടെ കോമൺ മാർക്കറ്റിലാണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നിങ്ങൾ അത് ചെയ്യുമ്പോൾ പോസ് ചെയ്തിട്ട് തന്നെ കേൾക്കാൻ ശ്രമിക്കാം. പിന്നെ എക്കണോമിക് ഇന്റഗ്രേഷന്റെ ഒരു ഇഫക്റ്റും കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ് പോയിന്റ്. സോ എഫക്ട്സ് ഓഫ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ. ഇക്കണോമിക് ഇന്റഗ്രേഷൻ കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കാം? ട്രേഡ് ക്രിയേഷൻ ആസ് വെൽ ആസ് ട്രേഡ് ഡൈവേർഷൻ വരുന്നതാണ് പറയുന്നത്. ട്രേഡ് ക്രിയേറ്റ് ചെയ്യാനും ട്രേഡ് തടസ്സപ്പെടുത്താനും ഏത് കാരണമാണെന്നാണ് പറയുന്നത്? ഇക്കണോമിക് ഇന്റഗ്രേഷൻ കാരണമാണെന്നാണ് പറയുന്നത്. സോ ട്രേഡ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സാധാരണഗതിയിൽ ഇങ്ങനെ ഇക്കണോമിക് ഇന്റഗ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നമ്മൾ നോക്കുക എന്താണ്, നമുക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് നമുക്ക് ഡൊമസ്റ്റിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറെ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യാം. ആ പ്രൊഡ്യൂസറെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ മേ ബി എന്തായിരിക്കും, നമുക്ക് ഫോറിൻ കൺട്രിയിൽ നിന്ന് കിട്ടുന്ന നല്ല എഫിഷ്യന്റ് പ്രൊഡ്യൂസറിനെ നമുക്ക് മിസ് ആവുകയാണ് ചെയ്യാം. കാരണം എന്താണ്, നമ്മളിപ്പം ഇവിടെ ഇപ്പം 8 രൂപയ്ക്ക് സാധനം നമുക്ക് കിട്ടുന്നു, അതിന് പകരം 6 രൂപയ്ക്ക് ഫോറിൻ കൺട്രിയിൽ അവൈലബിൾ ആണെങ്കിൽ കൂടി ആ ടാരിഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് പിന്നെയും ഇവിടെ 8-ന് മേലേക്കായിരിക്കും നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് കിട്ടുക. സോ നമ്മൾ എന്താക്കും, ബെറ്റർ നമ്മൾ എന്താക്കും, ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. എന്നാൽ ഒരു എക്കണോമിക് ഇന്റഗ്രേഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിലോ, ഇവിടെ 8 രൂപയ്ക്കും അവിടെ 6 രൂപയ്ക്കും കിട്ടുന്ന സാധനമാണെങ്കിൽ ആ 6 രൂപയ്ക്ക് തന്നെ കൺസ്യൂം ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടും. സോ അതുവഴി എന്തുണ്ടാവും എന്നാ പറയുന്നത്, ട്രേഡ് ക്രിയേഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഈ ട്രേഡ് ക്രിയേഷനും അതുപോലെ തന്നെ ട്രേഡ് ഡൈവേർഷനും കോയിൻ ചെയ്തിട്ടുള്ളത് ജേക്കബ് വൈനർ 1950-ലാണെന്ന് ഓർക്കാം. ട്രേഡ് ഡൈവേർഷനിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഇതേപോലെ തന്നെ വിചാരിക്കാം, ഇപ്പൊ നമുക്ക് ചൈന അതുപോലെ തന്നെ ജപ്പാൻ, നമുക്ക് രണ്ടുപേർക്കും സാധനം എടുക്കാന്ന് കരുതുക. ചൈനയായിട്ടാണ് നമുക്ക് ഇക്കണോമിക് ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഒരു FTA ഉള്ളത് എന്ന് കരുതുക. ഓക്കെ, പക്ഷേ ചൈനയെക്കാട്ടിയും കുറഞ്ഞ പൈസക്ക് ജപ്പാനിൽ അത് അവൈലബിൾ ആണ്. അതായത് ചൈനയിൽ ഇപ്പം അത് 7 രൂപയ്ക്കാണ്, ജപ്പാനിൽ അത് 6 രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്ന് കരുതുക. അപ്പൊ അതിൽ ശരിക്കും എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ ആരാണ്? ജപ്പാനാണ്. പക്ഷെ ജപ്പാനുമായിട്ട് നമ്മൾ ഒരു എക്കണോമിക് ഇന്റഗ്രേഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ 6 രൂപയ്ക്ക് സാധനം കിട്ടില്ല. നമ്മൾ ടാരിഫും കൂടി അടച്ചു വരുമ്പോൾ ചൈനയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാധനത്തിനേക്കാളും വില കൂടുതലായിരിക്കും ജപ്പാനിൽ നിന്ന് കിട്ടുന്ന സാധനം എന്ന് പറയും. പക്ഷെ നമുക്ക് എന്താണ്, നമുക്ക് അവരുമായിട്ട് ഇക്കണോമിക് ഇന്റഗ്രേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിൽ കുറഞ്ഞ പൈസക്ക് കിട്ടുമായിരുന്നു. സോ ഇവിടെ നമ്മുടെ മെമ്പർ കൺട്രി എന്നുള്ളത് ചൈന ആയതുകൊണ്ട് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറെ നമുക്ക് അവിടെ മിസ് ആവുകയാണ് ചെയ്യുന്നത്. സോ പറഞ്ഞു വന്നത്, എക്കണോമിക് ഇന്റഗ്രേഷൻ ട്രേഡ് ക്രിയേഷനിലേക്കും ട്രേഡ് ഡൈവേർഷനിലേക്കും കോയിൻ ചെയ്യും എന്നാണ് പറഞ്ഞു വന്നത്. സോ ഓർത്തുവെക്കാം, ജേക്കബ് വൈനർ ആണ് ഈ ഒരു ട്രേഡ് ക്രിയേഷൻ ആസ് വെൽ ആസ് ട്രേഡ് ഡൈവേർഷൻ പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ, എന്തൊക്കെയാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്, എന്താണ് റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷൻ, ഏതൊക്കെയാണ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ, ഫ്രീ ട്രേഡ് ഏരിയ, കസ്റ്റംസ് യൂണിയൻ, കോമൺ മാർക്കറ്റ്, ഇക്കണോമിക് യൂണിയൻ ആൻഡ് പൊളിറ്റിക്കൽ. ആൻഡ് ദെൻ നമ്മൾ ഡിഫറെന്റ് എഫക്ട്സ് ഓഫ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ട്രേഡ് ക്രിയേഷനും ആസ് വെൽ ആസ് ട്രേഡ് ഡൈവേർഷനും ഇത് കോയിൻ ചെയ്തത് ജേക്കബ് വൈനർ 1950-ലാണെന്ന് ഓർമ്മ.
സോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.